ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അൺബോക്സ് ഹാബിറ്റ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ബാറ്ററി കംപ്ലൈൻറ്റിനെ പറ്റിയിട്ടാണ്. ഈ ഒരു ഫോൺ നോക്കിയാൽ കാണാൻ പറ്റും, ഫോൺ ആക്കുമ്പോൾ ബാറ്ററി എം ടി എന്നുള്ള ലോഗോയാണ് കാണിക്കുന്നത്. നമ്മൾ എത്ര ശ്രമിച്ചാലും ഇത് ബാറ്ററി എം ടി എന്നേ കാണിക്കുള്ളൂ, ഓണായിട്ട് ബൂട്ടായിട്ട് വരില്ല. അപ്പോൾ കണ്ടോ, ഈ ഒരു ഐക്കൺ വന്ന് നിൽക്കും. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബാറ്ററിയുടെ ഫ്യൂസ് പോയതാണ്. നമ്മൾ ഇതിനു മുമ്പും ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ റെഡ്മിയുടെ ഒരു വീഡിയോ കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ ചാർജർ കുത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, നോക്കിക്കോട്ടെ, ഈ ചാർജർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ചാർജിങ്ങിൻ്റെ ഇൻഡിക്കേഷൻ കാണിക്കും. അപ്പോൾ അതിൻ്റെ ബാറ്ററിയുടെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഫുള്ളാണ്. എത്ര നേരം കുത്തിയിട്ടാലും ഫുള്ള് കാണിക്കും, പക്ഷെ ബൂട്ടായിട്ട് വരില്ല. ചാർജർ കണക്ട് ചെയ്താൽ നമുക്ക് ഓണാക്കി എടുക്കാൻ പറ്റും, പക്ഷെ ചാർജർ ഊരിക്കഴിഞ്ഞാൽ അപ്പോൾ ഫോൺ ഓഫായി പോകും. അപ്പോൾ നോക്കിയാൽ കാണാൻ പറ്റും 100% ചാർജ് ഉണ്ട്. ഈ ഒരു കാണുന്നതാണ് നമ്മുടെ ബാറ്ററി. ഇതിൻ്റെ മുകളിൽ വരുന്നത് ഡിസ്പ്ലേക്കും അടിയിലേക്കുള്ള സ്ട്രിപ്പാണ്. ഇതിൽ നിന്ന് നമുക്ക് ബാറ്ററി അഴിച്ചെടുക്കണം. ബാറ്ററി അഴിച്ചിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ബാറ്ററി അഴിച്ചെടുത്തു. ഈ കാണുന്നതാണ് ഇതിൻ്റെ ബാറ്ററി. ബാറ്ററിക്ക് അങ്ങനെ ബൾജും കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ ബോർഡ് നോക്കിയാലും ബോർഡിനൊന്നും വേറൊരു പ്രശ്നമില്ല, കാരണം നമ്മളിപ്പോൾ ഫസ്റ്റായിട്ട് അഴിക്കണതാണ് ഈ ഫോൺ. വേറെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നുമില്ല, പക്കാ നീറ്റ് സെറ്റാണ്. ഇതിൻ്റെ ബാറ്ററിയുടെ ഈ മുകളിൽ കാണുന്നൊരു സ്റ്റിക്കർ ഉണ്ടല്ലോ, ഈ ഒരു ഇൻസുലേഷൻ, അത് നമുക്ക് അഴിച്ചെടുക്കണം. എന്നാലാണ് നമുക്ക് ഈ ബാറ്ററിയുടെ ബോർഡ് കാണാൻ പറ്റുള്ളൂ. നമുക്കത് അഴിച്ചെടുത്തിട്ട് നോക്കാം. അപ്പോൾ നമ്മളത് അഴിച്ചെടുത്തു. ഈ ഒരു സാധനം പൊക്കി കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ ബോർഡ് കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഇതാണ് ഈ ബാറ്ററിയുടെ ബോർഡ്. ഇതിനകത്താണ് നമ്മുടെ ഈ ഫ്യൂസ് ഇരിക്കണത്. അപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഈ ഒരു സൈഡിൽ ഒരു ക്യൂന്ന് മാർക്ക് ചെയ്താണ്. കണ്ട, ഇതാണ് ഇതിൻ്റെ ഫ്യൂസ്. ഈ ഒരു സാധനം ഡാമേജ് ആയിക്കണത്. അപ്പോൾ നമുക്കിത് റിമൂവ് ചെയ്തെടുക്കണം. അപ്പം ഞാനിത് റിമൂവ് ചെയ്തെടുത്തു. എൻ്റെ കയ്യിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ആ ക്യൂന്ന് മാർക്ക് ചെയ്താണ് ആ ഒരു കോമ്പോണൻറ്റ് നമ്മുടെ കയ്യിലുണ്ട്. അതേസമയം നമുക്ക് ബാറ്ററിയിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും, ആ രണ്ട് ലെഗും നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഈ ഒരു രണ്ട് ലെഗാണ് നമ്മൾ ഷോർട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഷോർട്ട് ചെയ്യാല്ലാതെ നമുക്ക് വേറെ ഫ്യൂസ് നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് റീപ്ലേസ് ചെയ്യാം, അല്ലെങ്കിൽ ഷോർട്ട് ചെയ്യാം. അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. ഒരു കേബിൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അത് ഷോർട്ട് ചെയ്തെടുക്കാൻ പോണത്. ഒരു ജമ്പറിങ് കേബിളാണിത്, ജമ്പറിങ് വയർ. അപ്പം നമ്മളൊരു ഷോർട്ട് ചെയ്തെടുത്തു. ഇത് ഷോർട്ട് ചെയ്തു, നല്ല ക്ലീൻ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇത് മാസ്ക് ചെയ്യണം. ഒരു സോൾഡറിങ് മാസ്ക് ഉപയോഗിച്ച് മാസ്ക് ചെയ്യണം. ഇത് മാസ്ക് ചെയ്തിട്ട് നമുക്ക് ഇൻസുലേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ മാസ്ക് ചെയ്യാൻ പോണത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മുമ്പ് ഒരു ഷോർട്സിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരു UV ക്യൂറബിൾ, ഈ ലൈഫ് എന്ന് പറഞ്ഞ ഈ ഒരു UV ക്യൂറബിൾ സോൾഡറിങ് മാസ്ക് വെച്ചിട്ടാണ് നമ്മൾ മാസ്ക് ചെയ്യാൻ പോണത്. അപ്പോൾ നമ്മളിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നേരം UV ലൈറ്റ് അടിച്ചു കൊടുക്കുക. ആ അപ്ലൈ ചെയ്ത ഭാഗം ഒന്ന് ഹീലാവാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് പിടിച്ചു കൊടുക്കുക. ഒരു ഇത്തിരി നേരം പിടിക്കുമ്പോഴേക്കും അത് ഹീലായിട്ട് കിട്ടും, നല്ല ഉറച്ച് നല്ല കട്ടിയാവും. അപ്പം നമുക്കത് നോക്കിയാൽ കാണാൻ പറ്റും, നല്ല ക്ലീൻ ആയിട്ട് തന്നെ മാസ്ക് ഒക്കെ ചെയ്തിട്ടുണ്ട്, നല്ല സെറ്റായിട്ട് ഇരിപ്പുണ്ട്. നമുക്കിനി ഇതൊരു ഇൻസുലേഷൻ ഒട്ടിക്കണം. നമ്മൾ മുമ്പ് പറിച്ച് കളഞ്ഞല്ലോ ഒരു ഇൻസുലേഷൻ, ആ ടേപ്പ് വീണ്ടും ഒട്ടിച്ച് കവർ ചെയ്യണം. എന്നാലാണ് നമുക്കിത് ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ടേപ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ഇൻസുലേറ്റ് ചെയ്യാൻ പോണത്. ഇൻസുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നോക്കാം. ഇൻസുലേറ്റ് ചെയ്യാതെ നമുക്ക് തീർച്ചയായും ഇത് വെക്കാൻ പറ്റില്ല. നമുക്കത് കറക്റ്റായിട്ട് തന്നെ ഇൻസുലേറ്റ് ചെയ്തെടുക്കണം. നമ്മളിത് ഇൻസുലേറ്റ് ചെയ്തു, സൈഡിലും കൂടി ഒട്ടിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഒരു വർക്ക് ചെയ്ത ബാറ്ററി ആണെന്ന് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ സൈഡിലും കൂടി ചെയ്തത്. നമുക്കിനി തിരിച്ചത് ഫോണിൽ ഫിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഫോണിൽ ഫിറ്റ് ചെയ്തു, എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്, കണക്ഷനൊക്കെ കൊടുത്തു. നമുക്കിനി ബാക്ക് പാനൽ ഇടണ ഒരു പണി കൂടി ഉള്ളൂ. ഫസ്റ്റ് തന്നെ ഈ ഒരു കവറിങ് വയ്ക്കുക. ഇതിൻ്റെ മുകളിൽ കുറച്ച് സ്ക്രൂ ഇടാനുണ്ട്, ആ സ്ക്രൂ ഒക്കെ ചെയ്യുക. ഈ ഒരു സ്ക്രൂ ചെയ്യണ ഇലക്ട്രിക് സ്ക്രൂ ഡ്രൈവറിൻ്റെ ഒരു റിവ്യൂ നമ്മൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അത് താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാവുന്നതാണ്. നമ്മുടെ വീഡിയോസ് എടുത്ത് കഴിഞ്ഞാൽ ഇത് കാണാൻ പറ്റും. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ക്രൂ ഡ്രൈവർ തന്നെയാണത്. നമ്മൾ ഈ സ്ക്രൂ ഒക്കെ ഇട്ട ശേഷം ഈ ബാക്ക് പാനലും കൂടി ഇട്ട് ക്ലോസ് ചെയ്ത് സെറ്റാക്കാം. അപ്പം നമ്മളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇനി ഇത് ഓൺ ചെയ്ത് നോക്കാം. ഓണായിട്ടുണ്ട്. ഇനി ബൂട്ടായി വരുമെന്ന് നോക്കാം. ബൂട്ടായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വർക്ക് സക്സസ് ആയി. ഇതുപോലെ നമുക്ക് ബാറ്ററി ഒന്നും റീപ്ലേസ് ചെയ്യാതെ ഫ്യൂസ് മാത്രം റീപ്ലേസ് ചെയ്ത് അല്ലെങ്കിൽ ഷോർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാം. ഈ ഒരു ചെറിയ കോമ്പോണൻറ്റ് കാരണം വലിയൊരു പ്രശ്നമാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ വാൾപേപ്പർ കാണിക്കാൻ പറ്റില്ല, പ്രൈവറ്റ് ആയിട്ടുള്ള ഫോട്ടോ ആണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.